ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റായും ഈവനിങ് സ്നാക്കായൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ്. മണിപ്പുട്ട്, പാൽപ്പിടി എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതിൻ്റെ ഒരു മേക്ക് ഓവറാണ് കേട്ടോ ഇത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ പിടി നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ അതിനു വേണ്ടി ഒരു ബൗളിലോട്ട് 1 കപ്പ് അരിപ്പൊടി ചേർക്കാം. വറുത്ത അരിപ്പൊടിയാണെങ്കിലും വറക്കാത്ത അരിപ്പൊടിയാണെങ്കിലും ഒന്നും പ്രശ്നമല്ല കേട്ടോ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഞാനിപ്പോൾ വറക്കാത്ത അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം വേണം ചേർക്കാൻ. അപ്പോൾ ആദ്യം 1 കപ്പ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ 1.25 കപ്പ് വെള്ളം ചേർത്തിട്ടാണ് ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ തിളച്ച വെള്ളം തന്നെ ചേർത്ത് മിക്സ് ചെയ്യണം. അപ്പോൾ ഇതിപ്പോൾ ഞാനിവിടെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കയ്യിൽ കുറച്ച് ഓയിലൊക്കെ തടവിയിട്ട് ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കുക. അപ്പോൾ എത്രത്തോളം ചെറിയ ബോൾസ് ആക്കുന്നോ അത്രത്തോളം ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഞാനിപ്പോൾ ഈ സൈസിലാണ് കേട്ടോ ബോൾസ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ മാവ് ഉപയോഗിച്ച് ബാക്കിയെല്ലാം നമുക്ക് ബോൾസ് ആക്കി എടുക്കാം. പിന്നെ നമ്മളിത് വേവിച്ച് കഴിഞ്ഞ് ഒന്നും കൂടി വലുതാവും കേട്ടോ ഈ ബോൾസ്. അപ്പോൾ ഇത്രയും ബോൾസ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് വേവിക്കുന്നത് പശുവും പാലിലാണ്. അപ്പോൾ അതിന് വേണ്ടി ഒരു പാനിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാലിൽ വേണമെങ്കിലും ഇത് ഉണ്ടാക്കാം കേട്ടോ. പാലിപ്പോൾ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പിടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് 5 മിനിറ്റ് മാത്രം വേവിച്ചെടുത്താൽ മതി. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് ചേരുവകൾ കൂടി ചേർക്കാനുണ്ട്. അപ്പോൾ അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടൊരു 5 മിനിറ്റ് വേവിച്ചെടുക്കുക. പിന്നെ നമ്മൾ അടച്ചു വെക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ അടച്ചു വെക്കണം കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ പാല് തിളച്ച് പോകാൻ സാധ്യത ഉണ്ട്. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബോൾസൊക്കെ ഇവിടെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് ഇത് വേവിക്കുന്നത് വെച്ചാൽ അടി പിടിക്കാൻ സാധ്യത ഉണ്ട് കേട്ടോ. ഇനി 1 കപ്പ് പാലും കൂടെ ഇതിലേക്ക് ചേർക്കണം. അപ്പോൾ മൊത്തത്തിൽ 1/2 ലിറ്റർ പാലാണ് നമുക്ക് വേണ്ടത്. പിന്നെ ഇതിലേക്ക് വേണ്ടത് നേന്ത്രപ്പഴമാണ്. അപ്പോൾ ഞാനൊരു മീഡിയം വലിപ്പത്തിലുള്ള നേന്ത്രപ്പഴം ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്താണ് ചേർത്തിട്ടുള്ളത്. പിന്നെ ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നല്ല മധുരം വേണമെന്നുള്ളവർക്ക് 1 ടേബിൾ സ്പൂൺ കൂടിയൊക്കെ ചേർക്കാം കേട്ടോ. പിന്നെ ഒരു 3 ഏലക്കായുടെ കുരു ചതച്ചിട്ട് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഏലക്കാപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്താലും മതി. ഇനി ഒരു 5 മിനിറ്റ് ഇത് തുറന്ന് തന്നെ വേവിക്കാം. ഇനിയിപ്പോൾ അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ബോൾസും അതുപോലെ നേന്ത്രപ്പഴം ഒന്നും കൂടി ഒന്ന് വെന്താൽ മതി. നേന്ത്രപ്പഴം ഒരുപാട് വേവിച്ചുടക്കണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് പച്ചച്ചുവ മാറുന്നത് വരെ ഒന്ന് വേവിച്ചാൽ മതി. അപ്പം നമ്മളൊരു 5 മിനിറ്റ് ഇത് തുറന്ന് വെച്ച് വേവിക്കുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് കുറുകി വരും. അപ്പോൾ കണ്ടോ, 5 മിനിറ്റിന് ശേഷമുള്ളൊരു കാഴ്ചയാണ്. നമ്മുടെ പിടി ഇവിടെ നന്നായി കുറുകി വന്നിട്ടുണ്ട്, കണ്ടില്ലേ. പിന്നെ നേന്ത്രപ്പഴം ഒന്നും അധികം വെന്തുടഞ്ഞു പോയിട്ടൊന്നുമില്ല. ഇതുപോലെ നമുക്ക് കഴിക്കുമ്പോൾ ഇങ്ങനെ കടിക്കാൻ കിട്ടുന്ന ഒരു പരുവത്തിലാണ് വേവിക്കേണ്ടത്. ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരി ഒന്ന് വറുത്തിടണം. അപ്പോൾ അതിന് വേണ്ടി ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട്. ഇനി കുറച്ച് അണ്ടിപ്പരിപ്പ് ഇതുപോലെ കട്ട് ചെയ്തതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ അണ്ടിപ്പരിപ്പ് നന്നായിട്ട് ഫ്രൈ ആയതിനു ശേഷം കുറച്ച് ഉണക്കമുന്തിരി കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ പിടി ഇങ്ങനെ കഴിക്കുമ്പോൾ ഇടയ്ക്ക് ഈ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇങ്ങനെ കടിക്കാൻ കിട്ടും. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒരു പിടി അതുപോലെ ഒരു നേന്ത്രപ്പഴത്തിൻ്റെ പീസ് പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മളിത് കഴിക്കേണ്ടത്. എന്നാലാണ് ഇതിൻ്റെ ഒറിജിനൽ ഫ്ലേവർ നമുക്ക് കിട്ടുക. അപ്പോൾ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പിടിയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, നമ്മുടെ വെറൈറ്റിയായ നേന്ത്രപ്പഴം പിടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ ഡിന്നറിന് സെർവ് ചെയ്യാം കേട്ടോ. ലൈറ്റായിട്ട് ഡിന്നറൊക്കെ കഴിക്കുന്ന ആളുകൾക്ക് ഡിന്നറിന് സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നാളെ മറ്റൊരു അടിപൊളി റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്